കൊണ്ടോട്ടി നഗരസഭ CDS നഗരസഭയ്ക്ക് സമീപം ഒരുക്കിയ പരമ്പരാഗത ഭക്ഷ്യമേള ശ്രദ്ധേയമായി. നിരവധി പേരാണ് മേളയിൽ ഔഷധ ഭക്ഷണം കഴിക്കാനെത്തിയത്. കർക്കിടകത്തിൽ ശാരീരിക സൗഖ്യവും ഉന്മേഷവും ലക്ഷ്യമിട്ടാണ് പരമ്പരാഗത ഭക്ഷ്യമേള സംഘടിപ്പിച്ചത്. കർക്കിടകക്കഞ്ഞി, ഉലുവാക്കഞ്ഞി, ജീരകക്കോഴി, മുതിരപ്പായസം, താൾകറി, കഞ്ഞിത്തുവരത്തോരൻ, വിവിധയിനം സൂപ്പുകൾ, പായസങ്ങൾ, അവിൽ വരട്ടിയത് തുടങ്ങി 17ഓളം ഇനങ്ങളാണ് ഭക്ഷ്യമേളയിലെ ആകർഷണങ്ങൾ. അങ്ങനെ കർക്കിടകത്തിൽ ഇപ്പം അതൊക്കെ അന്യം നിന്ന് പോയൊരു സംഭവമാണ്. പണ്ടൊക്കെ കർക്കിടക മാസത്തിൽ മരുന്നുണ്ടാക്കിയിട്ടും പൊടികളുണ്ടാക്കി ഔഷധസസ്യങ്ങളൊക്കെ ഇലകളൊക്കെ ഇട്ട് തോരനുണ്ടാക്കും. പിന്നെ അതുപോലെ പായസം ഉണ്ട്, മുതിരപ്പായസം ഉണ്ടായിരുന്നു, വേറെ പപ്പായ പായസം, ജീരകോഴി പറഞ്ഞു, അങ്ങനെ കുറേ വിഭവങ്ങൾ. അപ്പോൾ അന്യം നിന്ന് പോയൊരു സമയമാണല്ലോ, അപ്പോൾ അതൊന്നും ആരും കഴിക്കില്ല. എന്തായാലും ഔഷധക്കഞ്ഞിയിൽ കുറേ പിന്നെ എല്ലാവിധ ധാന്യങ്ങളും അതുപോലെ ചെറുധാന്യങ്ങൾ, അതിൻ്റെ മരുന്നുകൾ ഒക്കെ ഇട്ടാണ്ട് കഞ്ഞി ഉണ്ടാക്കുക, തേങ്ങാപ്പാലൊക്കെ ഉപയോഗിച്ചുണ്ട്. അപ്പോൾ അതൊരു ഒന്നും കൂടി ഒരു ഇതാക്കാൻ വേണ്ടിയിട്ട് കർക്കിടക മാസമായപ്പം ഒരു ഫെസ്റ്റായിട്ട് വെച്ചതാണ്. അതാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. നല്ല പ്രതികരണം ഉണ്ടായത്, എല്ലാവർക്കും നല്ല താല്പര്യമായി. ഒരു പരിപാടി വെച്ചപ്പോഴേ അന്നേരം അങ്ങനെ നടത്തുന്നില്ലല്ലോ. നമ്മൾ കുറേ ദിവസം മുന്നേ വിചാരിച്ചതായിരുന്നു. അപ്പോൾ നല്ല മഴയൊക്കെ ആയി ആ സമയത്ത് നടത്താൻ കഴിഞ്ഞു. എന്നാലും കർക്കിടകം കഴിയുന്നതിൻ്റെ തന്നെ മുന്നേ നടത്തണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് പെട്ടെന്ന് ഒരു ഡേറ്റിന് വെച്ചത്. പാചകത്തിൽ പരിശീലനം ലഭിച്ച 12 CDS അംഗങ്ങളുടെ നേതൃത്വത്തിലാണ് ഈ വേറിട്ട ഭക്ഷ്യമേള നടന്നത്. കൂടാതെ അച്ചാറുകളും ധാന്യപ്പൊടികളും സ്റ്റാളിൽ വിൽപ്പനയ്ക്കായി ഒരുക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊണ്ടോട്ടി. എന്റെ ഡ്രസ് പർച്ചേസിംഗിന് ഒരേ ഒരു ചോയ്സേ ഉള്ളൂ, നമ്മുടെ സ്വന്തം ലൈബ വെഡിങ് സെന്റർ. ലൈബ വെഡിങ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകുണ്ട്.